ശ്രീ ജെ.ആർ. പത്മകുമാർ, ഇക്കാര്യത്തിൽ ഈ കള്ളനോട്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി, കള്ളപ്പണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ രണ്ട് നേതാക്കളും, ഇവരെ നേതാക്കൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലോ അല്ലേ, കാരണം ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെയാണ്. ഇവർ അവിടെ സജീവമായിരുന്നു. തൃശ്ശൂരിലെ എല്ലാ ബി.ജെ.പി പരിപാടികളിലും സജീവമായിരുന്നു. അവരുടെ പണക്കൊഴുപ്പും അവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അന്വേഷണം വേണ്ടി വരുന്നത്. അല്ലല്ലോ, ഇതിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രപ്പുള്ള ആളുകൾ അങ്ങനെ പറയും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തോ ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനെക്കുറിച്ച് ബോധ്യം വന്ന സമയത്ത് അവർക്ക് മാതൃകാപരമായിട്ട് ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും പാർട്ടി എന്നുള്ളതിൽ അവർക്കുണ്ടാവില്ല. ഇതാണല്ലോ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത്. അതല്ലാതെ ഒരു ബൂത്ത് തലത്തിലുള്ള ആരെങ്കിലും ഈ ഇത്രയും മെമ്പർമാരുള്ള ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഞങ്ങൾ ബി.ജെ.പിയുടെ പ്രവർത്തനം കേരളത്തിൽ മതിയാക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പോലീസ് എടുക്കുന്ന നടപടിക്ക് പരിപൂർണമായ പിന്തുണ ഒരു ആളുകളെയും ഞങ്ങൾ സഹായിക്കാൻ പോകുന്നില്ല. അത് സത്യസന്ധ ഇപ്പോൾ ഇടതുപക്ഷമാണല്ലോ ഇരിക്കുന്നത്, അന്വേഷിക്കട്ടെ. അതല്ല ഇനിയിപ്പോൾ CPM ഉദ്ദേശിക്കുന്നത് പോലെ ബി.ജെ.പി നേതാക്കന്മാരെ ആരെങ്കിലും പ്രതിയാക്കണം, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെ ആണെങ്കിൽ എളുപ്പമാണ് കാര്യം. തലശ്ശേരിയിലെ പ്രിൻസിനെയോ അല്ലെങ്കിൽ സദാനന്ദൻ DSP എങ്ങനെ ചുമതലയേൽപ്പിച്ചാൽ മതി. ഏത് കാര്യം വേണമെങ്കിലും CPM അനുസരിച്ച് പറഞ്ഞതുപോലെ ചെയ്തു കൊടുക്കുമല്ലോ. എന്തിനാ ഒരു സംഭവം ഉണ്ടായി, അത് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്, നമ്മുടെ രാജ്യദ്രോഹ നടപടിയാണത്, ഒരിക്കലും ആരും അംഗീകരിക്കില്ല. അത്തരത്തിലൊരു നടപടി ഒരാളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഒരു പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ നടപടിയെടുക്കുകയും അതിനെ ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുകയും നടപടി തീർന്നുവെന്നാണോ ബി.ജെ.പിയുടെ? രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും കണക്ക് വെക്കുന്നു എന്നാണല്ലോ താങ്കൾ ആദ്യം പറഞ്ഞത്. കേരളത്തിൽ ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴും നിശ്ചയിച്ച രീതിക്ക് അകത്ത് തന്നെ അത് കൊടുക്കുകയും കണക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാ വർഷവും പാർട്ടിയുടെ ഓഡിറ്റോ ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായി നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അങ്ങനെയെങ്കിൽ ശ്രീ കെ.ബി. അബ്ദുൽ ഖാദർ, ഇവരുടെ കൈകളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനും ഈ അന്വേഷണത്തിലൂടെ കഴിയും. അതിന് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി. അല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പണം ഉപയോഗിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ശ്രീ പത്മകുമാർ? അവർ എത്രയോ കാലമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കള്ളനോട്ടടിയിൽ എത്ര പണം അവർ കള്ളനോട്ടടിച്ചു, എത്ര പണം അവർ ചെലവഴിച്ചു, അതേതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ആളുകളാണ് എന്നുകൊണ്ട് തന്നെ അവർ ബി.ജെ.പിക്കല്ലാതെ CPIM-നോ മറ്റേതെങ്കിലും പാർട്ടിക്കോ അവർ കൊടുക്കുമോ? ശ്രീ കെ.ബി. അബ്ദുൽ ഖാദർ, പ്രാദേശികമായി നോക്കുമ്പോൾ ശ്രീ ജെ.ആർ. പത്മകുമാർ പറയുന്നത് അവിടെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്കെന്നാണ്. അല്ല, അങ്ങനെ ഒരു മുഖമായിരുന്നു ഇവർ കാണിച്ചിരുന്നത്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ എന്ന വ്യാജേന പ്രവർത്തനം നടത്തിയ ആളുകളാണ്. പക്ഷേ വളരെ സമർത്ഥമായിട്ട് അന്വേഷണം നടത്തിയ പോലീസ് സംഘമാണ് ഇവർ കള്ളനോട്ടടിക്കുന്നു എന്ന് കണ്ടെത്തിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ നേതാക്കൾക്ക് ഇതുപോലെ ഒരു കള്ളനോട്ടടി സംഘത്തിൽ തങ്ങളുടെ നേതാക്കൾ ഉണ്ട് എന്ന കാര്യം വന്നപ്പോഴുള്ള ഒരു ഞെട്ടൽ, ആ ഞെട്ടലിൽ നിന്നാണ് പുറത്താക്കൽ എന്ന ഒരു ചെറിയ ചുള്ളിക്കം പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം ആളുകൾ, ഏതെല്ലാം നേതാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നറിയാൻ കഴിയും. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഒരു പ്രവചനം നടത്താൻ ഞാനാളല്ല. പക്ഷേ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നാട്ടിൽ എല്ലാവരെയും ദേശദ്രോഹികളും തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ രാജ്യദ്രോഹികളുമായി പ്രഖ്യാപിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രദേശത്തെ പ്രബലരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ചതിയിലൂടെ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന കാര്യം ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെവിടെയെല്ലാം നടക്കുന്നുണ്ട് നമുക്കറിയില്ല. അത് അന്വേഷണത്തിൽ വെളിപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ സംഘപരിവാരവും ബി.ജെ.പിയും നടത്തിക്കൊണ്ടിരുന്ന പ്രചാരവേലയെ
അവരുടെ തന്നെ പ്രവർത്തകരുടെ ഈ കള്ളപ്പണ ഇടപാടുകൾ പൊളിച്ചിരിക്കുന്നു എന്നതാണ് കേരള രാഷ്ട്രീയം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലൂടെ വ്യക്തമാകുന്ന കാര്യം. അതിനെ എന്തെല്ലാം തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, അതെല്ലാം വളരെ ലാഘവത്തോടെ കാണാൻ ശ്രമിച്ചാലും പൊതുസമൂഹം അങ്ങനെയല്ല കാണുക എന്ന് ശ്രീ പത്മകുമാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. താങ്കൾ പറഞ്ഞത് ഒരു കാര്യം സത്യം, ഞാൻ അംഗീകരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകനായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് ഞെട്ടൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൽ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യം താഴെത്തട്ടിൽ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞെട്ടൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ മണ്ഡലം തലം തൊട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് തലം തൊട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൽ റെസിപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ റെസിപ്റ്റ് ഉപയോഗിച്ചാണ് കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിലിരിക്കുന്ന പൈസ ഒരു കുത്തിന് പിടിച്ചിങ്ങനെ എടുത്തുകൊണ്ട് വരിക, എണ്ണാതെ എടുത്തുകൊണ്ട് വരികയല്ല, അതിന് റെസിപ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ സംഘടനാ പ്രവർത്തനത്തിന് ആരെ പൈസയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾക്കതിനകത്ത് സംശയത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എല്ലാ വർഷവും ഞങ്ങളുടെ ജില്ലാ തലത്തിൽ തൊട്ട് മണ്ഡലം തലം വരെയുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലേശവും വിഷമമില്ല ഇത്തരത്തിൽ ഇവരുടെ പൈസ ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ കളക്ട് ചെയ്ത് തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണമായാലും അല്ലാതെയും. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞെട്ടൽ ഉണ്ടായിട്ടുള്ളത് സത്യം തന്നെയാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുത്തത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേള കൂടി വേണം. ഇന്നലെ 2 കള്ളനോട്ട് സംഘങ്ങളെയാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ പ്രാധാന്യം എന്തുകൊണ്ട് രണ്ടാമത്തെ കേസിന്, അതായത് കൊടുങ്ങല്ലൂരിലെ കേസിന് കിട്ടുന്നു? ഇടവേളയ്ക്ക് ശേഷം. ശ്രീ CR നീലകണ്ഠൻ, ഇന്നലെ ഈ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുരത്തെ ഈ കള്ളനോട്ട് വേട്ട മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇടുക്കിയിലും കള്ളനോട്ട് സംഘത്തെ പിടികൂടിയിരുന്നു. 42 ലക്ഷത്തിൻ്റെ കള്ളനോട്ടുകൾ, ഇവിടത്തേക്കാൾ ഏതാണ്ട് 40 ഇരട്ടി കൂടുതൽ കള്ളനോട്ടുകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി. മാത്രമല്ല 200 കോടി രൂപയോളം കള്ളനോട്ടുകൾ അച്ചടിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇടുക്കിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ദമ്പതികളാണ് പിടിയിലായതും. പക്ഷേ എന്തുകൊണ്ട് അതിനിത്ര പ്രാധാന്യം കിട്ടുന്നില്ല? ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെതിരെ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഈ തൃശ്ശൂരിൽ കള്ളനോട്ട് സംഘത്തെ പിടികൂടിയതിൽ BJPക്കുള്ള ബന്ധം, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ബന്ധം അന്വേഷിക്കണം എന്ന്. പക്ഷേ ആരും ഇടുക്കിയിലെ ഈ അന്താരാഷ്ട്ര ബന്ധത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. നേരത്തെ JR പത്മകുമാറും ഇക്കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടി. 2 കള്ളനോട്ട് കേസും ഒരുപോലെ പ്രധാനമാണ്, അതിലൊരു തർക്കമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ചും രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിൽ ബന്ധമുണ്ട് എന്ന് വന്നാൽ അത് കുറേ കൂടി ഗൗരവമുള്ളതാണ്. ഇതിലൊരു കാര്യം കൂടി ഒറ്റ വാക്ക് എനിക്ക് പറയണം. ഇവിടെയാണ് ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്കാർ ആദ്യ ദിവസം മുതൽ പറയുന്നത്, 1 രൂപ പിരിക്കണമെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് വഴിയേ പിരിക്കാവൂന്ന്, അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്ന്. അതിന് കാരണം എവിടെ പിരിച്ചാലും, പ്രാദേശികം പിരിച്ചാലും ദേശീയം പിരിച്ചാലും, അതൊക്കെ ബാങ്ക് അക്കൗണ്ടിലൂടെ ഇട്ടല്ലാതെ നാട്ടുകാരറിയാൻ പാടില്ല. ഏത് പൈസ ചെലവിന്നുണ്ടെങ്കിലും അതങ്ങനെയല്ലാതെ. ഇപ്പോൾ റെസീറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് അറിയാം, പലപ്പോഴും റെസീറ്റ് ബുക്കിലൊക്കെ മാൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഒറ്റ അക്കൗണ്ടേ ആം ആദ്മി പാർട്ടിക്കുള്ളൂ. അത് അതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നിനുമല്ല. ഒരു പ്രാദേശിക നേതാവ് പോലും അധികം പൈസ പിരിച്ചാൽ, എവിടെയെങ്കിലും പൈസ കൂടുതൽ വന്നാൽ അതെന്തുകൊണ്ട്, എങ്ങനെ എന്ന് നോക്കണം. ഇത് ഞാൻ പറയുന്നത് കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആവണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ പത്മകുമാറിന് എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ആ ഒരു പരുങ്ങൽ വരും, നമ്മൾ എത്ര വൃത്തിയാന്ന് പറഞ്ഞാലും. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ 4 ഫ്ലക്സ് വെച്ചു, അദ്ദേഹത്തിൻ്റെ പടമുള്ള, ഈ പറഞ്ഞ പ്രതിയുടെ പടമുള്ള ഫ്ലക്സ് വരുന്നു ഈ ദേശീയ നേതാവിൻ്റെ കൂടെ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഒരു 4 ഫ്ലക്സ് ഞാൻ കൂടുതൽ വെച്ചേക്കാം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി. ഞാൻ ഇടപെടുകയാണ്, സമയമില്ല, അതുകൊണ്ടാണ്. ക്ഷമിക്കണം, ശ്രീ CR നീലകണ്ഠൻ ഇടപെടുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.